السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد اتقوا الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് നാം പഠിച്ചത്. ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ആയത്ത് മാലിക് യൗമിദ്ദീൻ, ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് കേവലം ഒരു വരിയിൽ ഒതുങ്ങുന്ന, ഒരു വരിയിൽ കുറവ് മാത്രമുള്ള ഒരു വാചകമാണെങ്കിലും നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അതിവിശാലമായ അർത്ഥവ്യാപ്തിയുള്ള 2 പദങ്ങളാണിത്. മാലിക് യൗമുദ്ദീൻ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഇതിനെ വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഈ വചനത്തിൽ അഥവാ മാലിക് യൗമിദ്ദീൻ എന്ന വചനത്തിൽ ഉള്ള മാലിക് എന്ന പദത്തിന് 2 തരത്തിലുള്ള പാരായണമുണ്ട്. മാലിക് എന്നും മലിക് എന്നും. മാലിക് യൗമിദ്ദീൻ എന്നും പാരായണം ചെയ്യാം, അതുപോലെ തന്നെ മലിക് യൗമിദ്ദീൻ എന്നും പാരായണം ചെയ്യാം. മാലിക് യൗമിദ്ദീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ, നേരത്തെ പറഞ്ഞ ആയത്തുമായിട്ടാണ് ബന്ധമുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. സർവ്വലോകങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലാഹു അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാകുന്നു, അങ്ങേയറ്റം കരുണാനിധിയാകുന്നു. ആ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. റഹ്മാനും റഹീമുമായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, റബ്ബായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അതുപോലെ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലെങ്കിൽ പ്രതിഫല ദിവസത്തിന്റെ രാജാവായ അല്ലാഹു, അവനാകുന്നു സർവസ്തുതിയും എന്നാണ് ഇതിന്റെ താല്പര്യം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാലിക്, മലിക്, ഉടമസ്ഥൻ, രാജാവ്. ദുനിയാവിൽ ഒരു രാജാവിന് അധികാരമുണ്ടാകും, പക്ഷെ തന്റെ പ്രജകളുടെ സ്വത്തിന്മേൽ അയാൾക്ക് ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല. ഇനി ഒരു വലിയ പണക്കാരൻ, വലിയ സ്വത്തുക്കളുടെ ഉടമയാണ് അയാൾ, പക്ഷെ അയാളുടെ സ്വത്തുക്കളിലും വസ്തുക്കളിലുമൊക്കെ അയാൾക്ക് അധികാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹു ഒരേ സമയം ഉടമസ്ഥനും അധികാരമുള്ളവനുമാണ്. ഉടമസ്ഥനാണ്, അതോടൊപ്പം രാജാവാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഭൗതിക ലോകത്തെ അവസ്ഥ ഇങ്ങനെയാണ്. പ്രവാചകരെ പറയുക, അള്ളാഹുവേ, നീയാകുന്നു രാജാധികാരത്തിന്റെ ഉടമസ്ഥൻ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീ നീക്കിക്കളയുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുന്നു. നിന്റെ കയ്യിലാകുന്നു സർവ്വ നന്മയുമുള്ളത്, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവരാകുന്നു. ഇത് ഈ ഭൂമിയിലെ അവസ്ഥയാണ്. ഇവിടെ ഇങ്ങനെയാണ്. ചിലർക്ക് അധികാരമുണ്ടാവും, ചിലർക്ക് അധികാരമുണ്ടാവില്ല. ചിലർക്ക് സമ്പത്തുണ്ടാവും, ചിലർക്ക് സമ്പത്തുണ്ടാവില്ല. ചിലർക്ക് ആധിപത്യമുണ്ടാവും. ഇങ്ങനെ ഓരോരുത്തരും വ്യത്യസ്ത തട്ടുകളിലായിട്ടാണുള്ളത്. എന്നാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മുഴുവൻ അധികാരവും അവന്റെ കയ്യിലാണുള്ളത്, പൂർണ്ണമായും. അവിടെ യാതൊരാൾക്കും യാതൊരു തരത്തിലുള്ള അവകാശങ്ങളുമില്ല, ആരെയും അത് ഏൽപ്പിച്ചിട്ടില്ല. ഇവിടെ ചിലർക്കൊക്കെ ചില അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾക്ക് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവിടെ നിഷ്ഫലമാകുന്നതാണ്. ഈ ദുനിയാവിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണത്. യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസം എന്നാണ്. അതിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു. ഈ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകാൻ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളണം എന്നില്ല, കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് നന്മകൾ ചെയ്ത്, ത്യാഗം ചെയ്ത്, ഭൗതിക ലോകത്ത് യാതൊന്നും കരസ്ഥമാക്കാതെ ഒരു പ്രതിഫലവും കിട്ടാതെ മരണപ്പെട്ടു പോയ ആളുകൾക്കുണ്ട്. ഏതൊരു മനുഷ്യനും പറയും അവർക്കതിന് പ്രതിഫലം കിട്ടണം, അവരുടെ ത്യാഗങ്ങൾക്ക്, അവരുടെ അർപ്പണ ബോധത്തിന് അർഹമായ പ്രതിഫലം കിട്ടണം എന്നാഗ്രഹിക്കും. പക്ഷെ അതിവിടെ കിട്ടിയിട്ടില്ല. അത് കിട്ടേണ്ടതുണ്ട്. അത് നൽകുവാനുള്ള ഇടമാണ് പരലോകം. അവിടെയാണ് നൽകപ്പെടുക. ഇനി നോക്കൂ, ചില ആളുകൾ അക്രമികളായ, കുറ്റവാളികളായ ആളുകളുണ്ട്. കുറ്റം ചെയ്താൽ പിടിക്കപ്പെടുന്നവരുണ്ട്, പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്നവരുമുണ്ട്. രക്ഷപ്പെടുന്നവർക്ക് അതിനുള്ള അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതില്ലേ? അല്ലാതിരുന്നാൽ ആക്രമിക്കപ്പെടുന്നവനോട് കാണിക്കുന്ന അനീതിയായിരിക്കും അത്. അതുകൊണ്ട് അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. അത് നൽകാനുള്ള വേദിയാണ് യൗമുദ്ദീൻ. അതുപോലെ തന്നെ ചില ആളുകൾ, കുറ്റവാളികളായ ആളുകൾ, ഒരു മനുഷ്യൻ ഒരാളെ കൊന്നു, അതിനിഷ്ഠൂരമായി, ക്രൂരമായി ഒരാളെ കൊലപ്പെടുത്തി. അയാൾക്ക് ഈ ഭൗതിക ലോകത്ത് കിട്ടാവുന്ന
പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് മരണം വരെ അയാളെ തൂക്കിലേറ്റുക എന്നുള്ളതാണ്. ഇനി വേറൊരു മനുഷ്യന്റെ ചിത്രം എടുത്തു നോക്കുക. അയാൾ ഇതേപോലെ അതിനിഷ്ഠൂരമായി ക്രൂരമായി 100 പേരെയാണ് കൊന്നത്. അയാളും പിടിക്കപ്പെട്ടു. അയാൾക്കും ലഭിക്കുന്നത് ഇതേ ശിക്ഷ തന്നെയാണ്, മരണം വരെ തൂക്കിലേറ്റുക. 100 ആളെ കൊല്ലുന്ന ആളുകൾക്ക് ഉള്ള ശിക്ഷയും ഒരാളെ കൊല്ലുന്ന ആൾക്കുള്ള ശിക്ഷയും ഒരുപോലെയാണെങ്കിൽ ഈ 99 പേർക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? അവരുടെ നീതി എവിടെ പോയി? അതവർക്ക് ലഭിക്കേണ്ടതില്ലേ? ഇയാൾക്ക് അതിനർഹമായ ശിക്ഷ ലഭിക്കേണ്ടതില്ലേ? ഒരു കാരണവശാലും ഭൗതിക ലോകത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാലും ഈ ഒരാളെ കൊന്നതിനുള്ള ശിക്ഷ മാത്രമേ 100 ആളെ കൊന്ന ആളുകൾക്കും നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് യൗമുദ്ദീന്റെ പ്രസക്തി, പ്രതിഫല ദിവസത്തിന്റെ പ്രസക്തി. അവിടെ കൃത്യമായി ശിക്ഷ നൽകപ്പെടും, പ്രതിഫലം നൽകപ്പെടും. ഇനി അതുമാത്രമല്ല, ഭൂമിയിലെ കോടതികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് പഴുതുകളുണ്ട്. പ്രഗത്ഭരായ വക്കീലുമാരുണ്ടായാൽ, വാദിക്കാൻ ആളുണ്ടായാൽ ഏത് കുറ്റവാളിക്കും രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാകും. അതുപോലെ അവരുടെ സമ്പത്തും സ്വാധീനവും അധികാരവും ഉപയോഗപ്പെടുത്തി അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. എന്നാൽ പഴുതുകളില്ലാത്ത, രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ആ മാർഗങ്ങളെല്ലാം പൂർണ്ണമായും കൊട്ടിയടക്കപ്പെടുന്ന ഒരു ദിനമാണ്. അതാണ് യൗമുദ്ദീൻ. ആ യൗമുദ്ദീന്റെ ഉടമസ്ഥനാണ്, രാജാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹുവിനാകുന്നു നാം അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. സർവസ്തുതിയും ആ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന, മലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന ആ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ യാതൊരു തരത്തിലുള്ള പഴുതുകളുമില്ല. മാത്രമല്ല, ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. ഒരു പക്ഷേ CCTV ഉള്ള പ്രദേശമാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടെന്ന് അറിഞ്ഞാൽ നാം അതിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കും. എങ്ങനെ മറച്ചു വെച്ചാലും ആരുടെ ശ്രദ്ധയിൽ പെടാതിരുന്നാലും അതെല്ലാം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉടമസ്ഥൻ, നമ്മുടെ ഉടമസ്ഥൻ. കാരണം നാം പൂർണ്ണമായും ആ അള്ളാഹുവിന്റേതാകുന്നു. അവനാകുന്നു നമ്മുടെ സൃഷ്ടാവ്. അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സദാസമയവും. നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ പോലും യഅലമു ഖായിനത്തുൽ അഅ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ പോലും സൂക്ഷ്മം അറിയുന്നവനാകുന്നു അവൻ. ആ അള്ളാഹു അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിനം വരും. അവിടെയും മനുഷ്യൻ ഭൗതിക ലോകത്തെ പോലെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കും, ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്ന് അവരുടെ വായകൾ മുദ്രവെക്കും, അഥവാ വാചാലമായി വാക്ക് സാമർത്ഥ്യം കൊണ്ട് രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങൾ പാഴായി പോകും എന്നർത്ഥം. യാതൊരു രക്ഷയുമില്ല. ആ വായകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്രവെക്കും. മാത്രമല്ല, വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവർ കണ്ട കാഴ്ചകൾ, അവർ കേട്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായി അവിടെ ഹാജരാക്കപ്പെടും. യാതൊന്നും മറച്ചുവെക്കുന്നില്ല, ഒന്നും മൂടിവെക്കപ്പെടുന്നില്ല. അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനെല്ലാം കൃത്യമായി അർഹമായ പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ ശിക്ഷ നൽകപ്പെടുന്ന വേദിയാണ് യൗമുദ്ദീൻ. അവിടെ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആർക്കാണ് അധികാരം? ഭൂമിയിൽ ഒരുപാട് അധികാരികളുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രതാപശാലികളുണ്ട്, സ്വച്ഛാധിപതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അവരെല്ലാം എവിടെ പോയി? ആർക്കാണ് ഇന്ന് അധികാരം? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിന് മാത്രമാണ് ആധിപത്യം, അവന് മാത്രമാണ് അധികാരം. ഇതാണ് പരലോകത്തിന്റെ അവസ്ഥ. പരലോകത്ത് നമ്മെ സഹായിക്കാൻ ആരുമില്ല, ഒരാളുടെയും ശുപാർശക്ക് അവിടെ പ്രസക്തിയില്ല. ആ ദിവസത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യൂഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. യാതൊരാളും മറ്റൊരാൾക്ക് പകരമാവാത്ത, ഒരാളുടെ ശുപാർശയും സ്വീകരിക്കപ്പെടാത്ത, ഒരാളിൽ നിന്നും പരിഹാരം സ്വീകരിക്കപ്പെടാത്ത, ആർക്കും സഹായം ലഭിക്കാത്ത ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കുകയും. ഏതാണ് ആ ദിവസം? അത് യൗമുദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസമാണ്. ഇവിടെ പ്രവർത്തിച്ച ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി പ്രതിഫലം നൽകുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ആ ദിവസത്തെ സംബന്ധിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്,
ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വിചാരണ ചെയ്യുക. ഓരോരുത്തരും ഞാൻ എന്താണ് പ്രവർത്തിച്ചത്, ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ എന്താണ് കേട്ടത്, ഞാൻ എന്താണ് കണ്ടത്, ഓരോരുത്തരും അവരവരുടെ മനസ്സുകളോട് സ്വയം വിചാരണ നടത്തുക. എങ്കിൽ ആ വിചാരണ നടത്തുമ്പോൾ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി അത് തീരും എന്നർത്ഥം. നമ്മുടെ നന്മയും തിന്മയും എല്ലാം കൃത്യമായി തൂക്കപ്പെടുന്ന ആ ദിവസത്തിൽ നമ്മുടെ നന്മയുടെ തട്ട് കനം തൂങ്ങണം. നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ അള്ളാഹുവിന്റെ മുമ്പിൽ നിവർത്തിവെക്കപ്പെടുന്ന സന്ദർഭമാണത്. അവിടെ നാണം കെട്ടുപോകരുത്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അവിടെ ഹാജരാക്കപ്പെടും, അതവിടെ കൊണ്ടുവരും. ആരെങ്കിലും ഒരു അണു അളവ് നന്മ ചെയ്താൽ അതവൻ അവിടെ കാണും. എത്ര ചെറുതാവട്ടെ അത് കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെയാണ് തിന്മയും. ഒരു അണു തൂക്കം തിന്മ ആരെങ്കിലും ചെയ്താൽ അതും കാണും. ഇങ്ങനെയുള്ള ഒരു ദിവസമാണത്. ആ ദിവസത്തിൽ അപമാനിതനാകരുത്. സർവ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തയടക്കം അവിടെ ഹാജരാക്കപ്പെടുന്ന കൊണ്ടുവരപ്പെടുന്ന ദിവസമാണത്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണോ അതുപോലും കൃത്യമായി അവിടെ മാറ്റുരക്കപ്പെടും. അതുകൊണ്ട് മാലിക് യൗമിദ്ദീൻ എന്ന് പാരായണം ചെയ്യുന്ന നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ വാക്കുകളെ സംബന്ധിച്ച്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധപ്പെടും. നാം മറച്ചുവെക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ, അശ്ലീലതകൾ, അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ അത് ഒഴിവാക്കും. പക്ഷേ ആ ഒഴിവാക്കിയത് പോലും ഡിലീറ്റ് ചെയ്തത് പോലും കൃത്യമായി കൊണ്ടുവരപ്പെടും. യാതൊരു സംശയവുമില്ല. അതിന് കഴിവുള്ളവനാണ് അള്ളാഹു. കാരണം അവൻ എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ്, എല്ലാവരുടെയും രാജാവാണ്, അധിപനാണ്. ഈ ഒരു ബോധം സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്ത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല ഈ 3 ആയത്തുകളുണ്ടില്ല, അഥവാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ, ഈ 3 ആയത്തുകളിലൂടെ അള്ളാഹുവിനെ നാം അംഗീകരിക്കുകയാണ്. അവന്റെ അസ്തിത്വം, അവൻ ആരാകുന്നു, അവന്റെ കഴിവ്, അവന്റെ ഗുണവിശേഷണങ്ങൾ എല്ലാം നമ്മൾ ഇതിലൂടെ പഠിക്കുകയാണ്. അർറഹ്മാനുർ റഹീം എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു പറയും അസ്ന അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല മറുപടി പറയും മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അംഗീകരിക്കുന്നു. നമുക്ക് കൃത്യമായി പ്രതിഫലം നൽകാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ദിനമാകുന്നു പരലോകം, യൗമുദ്ദീൻ എന്ന് പറയുന്നത്. ആ ദിനത്തിനു വേണ്ടി നാം ഒരുങ്ങുക. നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായും അവിടെ ഹാജരാക്കപ്പെടും എന്ന ബോധ്യത്തോടുകൂടി ഈ ദുനിയാവിൽ പ്രവർത്തിക്കുക. നല്ലത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു